ഉത്തരങ്ങൾക്ക് ഏതാണ്ട് 80% പോസിറ്റീവായിട്ടാണ് ആ ഉത്തരം ലഭിച്ചിരിക്കുന്നത്. എങ്കിലും ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊരു രജിസ്റ്റർ ആവശ്യമോ? നമുക്കറിയാം, നമ്മുടെ പല സഭകളിലും നമുക്ക് വിവാഹ രജിസ്റ്ററുണ്ട്, ശവസംസ്കാര രജിസ്റ്ററുണ്ട്. എന്നാൽ ജനന രജിസ്റ്ററും സ്നാന രജിസ്റ്ററും ഒക്കെ പലപ്പോഴും ഒഫീഷ്യൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. എനിക്കറിയാം, പല സഭകളിലും ഞങ്ങളുടെ സഭാ രജിസ്റ്റർ രേഖ അനുസരിച്ച് ഇന്നയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇന്നതാണെന്നും പറഞ്ഞ് ഇല്ലാത്ത രജിസ്റ്റർ ഉണ്ടെന്നും പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തി കൊടുക്കുന്ന നമ്മുടെ ആൾക്കാർ ഉണ്ട്. നമ്മുടെ സഭയുടെ ലെറ്റർ പാഡിൽ നമ്മൾ കള്ളമാണ്, പക്ഷെ സത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് കള്ളം എഴുതുന്നതിനേക്കാൾ സത്യമായിട്ട് എഴുതുന്നതിന് ഒരു രജിസ്റ്റർ ഉണ്ടായിരിക്കുന്നതല്ലേ നല്ലത്. അടുത്തത്, തദ്ദേശ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതിനോടുള്ള ബന്ധത്തിൽ മിക്കവാറും എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരുന്നു. ഏതാണ്ട് 4-5 വർഷങ്ങൾക്ക് മുമ്പ് ആത്മപ്രകാശിനിയുടെ എഡിറ്റോറിയലിൽ ഞങ്ങൾ ഈ വിവരം അത് ആവശ്യമാണ് എന്നറിയിച്ചിരുന്നു. എന്നാൽ അതിനെതിരെ അന്ന് പല പ്രസിദ്ധീകരണങ്ങളും മുൻപോട്ട് കടന്നു വന്നു. എന്നാൽ അത് ഒരാവശ്യമാണെന്ന് നമുക്ക് ബോധ്യം വന്നിരിക്കുകയാണ്. അത് സ്ഥലം സഭകളായിട്ട് രജിസ്റ്റർ ചെയ്യണം. നാം അല്പം മുമ്പ് ഇവിടെ കേട്ടതുപോലെ ഒരു ഒന്നിച്ച് രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ കീഴിൽ സ്ഥലം സഭകളെ കൊണ്ടുവരുന്നത് നമ്മൾ മറ്റ് സമുദായ സഭാ ഭരണ രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥയായിരിക്കും. ഓരോ സ്ഥലം സഭയും രജിസ്റ്റർ ചെയ്യാനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ് വചനപരം. അതുപോലെ തന്നെ നമ്മൾ തദ്ദേശ ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി, പഞ്ചായത്തില്, മുനിസിപ്പാലിറ്റിയില്, നഗരസഭയില് നമുക്ക് നമ്മുടെ സഭയാണെന്നുള്ള രേഖ കൊണ്ടുവരുവാനായിട്ട് കഴിയും. നമ്മൾ ഒരു ബിൽഡിംഗ് സാങ്ഷന് അപേക്ഷിക്കുമ്പോൾ പലപ്പോഴും പെട്ടെന്ന് നാം ആദ്യം കേട്ടതുപോലെ പെട്ടെന്ന് സാങ്ഷൻ ലഭിക്കുന്നതിന് വ്യക്തികളുടെ പേരിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഹാളായി സൊസൈറ്റി ആയിട്ടൊക്കെ നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതൊരു സഭയാണ്, സഭയുടെ ആരാധന ആവശ്യത്തിനാണ് അല്ലെങ്കിൽ സെമിത്തേരിയുടെ ആവശ്യത്തിനാണ് നാം ഈ സ്ഥലം വാങ്ങുന്നത് അല്ലെങ്കിൽ ഈ കെട്ടിടം പണിയുന്നത്. ആ നിലയിൽ നാം കോർപ്പറേഷനെയോ പഞ്ചായത്തിനെയോ മുനിസിപ്പാലിറ്റിയോ സമീപിച്ചാൽ അവരുടെ ഒഫീഷ്യൽ രേഖയിൽ നമ്മുടെ സ്ഥലം സഭയായിട്ട് തന്നെ കാണും. അതുകൊണ്ട് ഓരോ സ്ഥലം സഭയും ആ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു സമിതി, ഒരു സംവിധാനത്തെ കുറിച്ച് നമ്മൾ കേട്ടു. പലരും അതിന് യെസ് എന്നാണ് രേഖപ്പെടുത്തിയത്. ഒരു സമിതി രൂപീകരിച്ചു കഴിഞ്ഞാൽ ഒരു നിലയിലും അതിന് സ്ഥലം സഭയുടെ മേൽ അധികാരമോ നിയന്ത്രണമോ അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു മനോഭാവമോ പാടില്ല. സ്ഥലം സഭ ഭരിക്കപ്പെടേണ്ടത്, നിയന്ത്രിക്കപ്പെടേണ്ടത്, പരിപാലിക്കപ്പെടേണ്ടത് ഓരോ സ്ഥലം സഭയിലെ മൂപ്പന്മാരാണ്. ദൈവം. അടുത്തതായിട്ട് ജനറൽ കമ്മിറ്റി സംബന്ധിച്ചുള്ള അറിയിപ്പാണ്. അത് പി സാൻകുട്ടി നിർവഹിക്കുന്നതായിരിക്കും. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്ന ഉടനെ തന്നെ സെൻസസ് മുഴുവൻ കേരളത്തിൽ എടുക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് മുൻപിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭവനങ്ങളിൽ മിക്കവാറും വരുന്ന അയൽക്കൂട്ടത്തിലുള്ള ആൾക്കാരാണ് സെൻസസ് എടുക്കാൻ വേണ്ടത്. അവിടെ നിർബന്ധമായിട്ടും ബദം സഭ ആണ്, വിശ്വാസിയാണെന്നുള്ളത് രേഖപ്പെടുത്താനുള്ള തീരുമാനം എടുക്കുകയും അതിനുള്ള സർക്കുലർ നമ്മുടെ സഭാവികമായിട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഈ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഓഫീസറെ ഞാൻ ബന്ധപ്പെട്ടവൾ പറഞ്ഞത്, നിങ്ങളുടെ സഭകൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ അതാത് സ്ഥലസഭകൾ തീരുമാനമെടുത്തുകൊണ്ട് അവിടുത്തെ ബന്ധപ്പെട്ട MLA MP കൊണ്ട് ഒരു കത്ത് ഇലക്ഷൻ കമ്മീഷൻ തരുവാണെങ്കിൽ ഞങ്ങളുടെ റെക്കോർഡുകളിൽ ഇത് വരികയും ഈ സെൻസസ് എടുക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനോടുള്ള ഒരു തീരുമാനം നമ്മളൊന്ന് എടുക്കണം. പിന്നീട് നമ്മുടെ സ്ഥലം സഭകൾ സ്വതന്ത്രമായിരിക്കാന്നുള്ള നമുക്ക് എല്ലാവർക്കും സ്വീകാര്യം. നമ്മുടെ പിതാക്കന്മാർ സ്ഥാപിച്ചിട്ടുള്ള അങ്ങനെയാണ്, അത് തന്നെ പോകട്ടെ, രജിസ്ട്രേഷൻ വേണം. എന്നാൽ ഒരു കേന്ദ്രീകരണ സഭ നമുക്ക് ആവശ്യമാണ്. എന്തെന്നാൽ ഈ സഭയിൽ അവർക്ക് ഇടപെടാൻ പാടില്ല. നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ വിദേശികളും നമ്മുടെ സഹായിച്ചുള്ള ആതുര സേവന രംഗങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന സ്കൂളുകള്, ആശുപത്രികള്, ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് ഉയർച്ചയും മേൽക്കയും മുമ്പോട്ട് വരണമെങ്കിൽ ഒരു ഏകീകൃത സഭ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതുമായി നമ്മൾ ബന്ധപ്പെട്ട് അവർക്ക് നമ്മുടെ സഭകളിൽ ഇടപെടാൻ പാടില്ല. സഭകളുടെ പ്രതിനിധികളായിരിക്കണം ഈ കേന്ദ്രീകരണ സഭയിൽ പോകേണ്ടതാണ് എന്റെ ഒരു അഭിപ്രായം. ഇവിടെ കൂടിയ 26 റീജിയനിൽ നിന്ന് അല്ലെങ്കിൽ ജില്ലകളിൽ നിന്നുള്ള സഹോദരന്മാർ 3 പേര് വീതമുള്ള ഒരു പൊതുസമിതി രൂപീകരിക്കാനുള്ള പേര് തരണമെന്ന് പറഞ്ഞിരുന്നു. കാരണം ഇപ്പോഴത്തെ എൻ്റെ പൊതുചിന്ത അനുസരിച്ച് പല കാര്യങ്ങളും അനുകൂലമായ ചിന്താഗതിയാണ് വന്നിട്ടുള്ളത്. അനുകൂല ചിന്താഗതി ഉള്ളവരും വിരുദ്ധ ചിന്താഗതി ഉള്ളവരും ഒന്നിച്ചു ചേർന്ന് കാര്യങ്ങൾ നമ്മുടെ പൊതു നന്മ, പൊതു താല്പര്യം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുവാനായി
ഒരു പൊതുസമിതി ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് എന്നുള്ള ധാരണയിൽ എത്തിയിരിക്കുകയാണ്. 26 സഭകളിൽ നിന്ന് സ്ഥലങ്ങളിൽ നിന്നുള്ള പേരുകൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ചുരുക്കം ചില സ്ഥലങ്ങളിൽ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ മാസം കർത്താവിൻ്റെ ദാസൻ EJ മാത്യു സാറ് സത്യത്തിൽ ചേർക്കപ്പെട്ട് തിരിച്ച് ഞങ്ങൾ ചില സഹോദരന്മാർ കാറിൽ വന്നപ്പോൾ ഈ അങ്കമാലി ഇഷ്യൂ അത്ര ലൈവ് അല്ല. എന്നാൽ മൈനാഗപ്പള്ളിയോട് ചേർന്നുള്ള ബന്ധത്തിലുള്ള പല കാര്യങ്ങൾ യാദൃശ്ചികമായി കാറിൽ വെച്ച് സംസാരിച്ചു. എൻ്റെ കൂടെ ചാണ്ടപ്പള്ളി സഹോദരനും ഏബ്രഹാം തോമസ് സഹോദരനും തോമസ് ചാണ്ടി സഹോദരനൊക്കെ ഉണ്ടായി. ഞങ്ങൾ പറഞ്ഞു ഇതെങ്ങനെ നമ്മൾക്ക് ഒന്നിച്ചൊന്ന് കൂടാൻ പറ്റും. അപ്പോൾ KM പെണ്ണിൻ്റെ ലേബലിൽ കൂടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഷുഡ് അസോസിയേഷൻ ആ കാര്യത്തിൽ സഭകളുടെ ഈ കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല, പ്രോപ്പർട്ടിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള സമയത്താണ് ഈ അങ്കമാലി ഇഷ്യൂ ഇവിടെ ലൈവായിട്ട് വന്നത്. അപ്പോൾ ആത്മഭാരമുള്ള ചില സഹോദരങ്ങൾ ഒന്നിച്ചു ചേർന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചു. ചിലർ പോയി അഡ്മിനിസ്ട്രേഷനെ കൊണ്ട് ആ കാര്യമൊക്കെ അറിയാം. നമ്മുടെ പല സഹോദരന്മാരുടെയും സപ്പോർട്ട് കൊണ്ട് ഗവൺമെൻറ് അവാർഡ് സസ്പെൻഡ് ചെയ്തു. എന്നാൽ അവർ കോർട്ടിൽ പോയി അതിന് സ്റ്റേ സമ്പാദിച്ചു. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് എത്തിയാൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത വന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ചില സഹോദരന്മാർ നോയൽ ഗസ്റ്റ് ഹൗസിൽ ചേർന്ന്. ഈ അടുത്തുള്ള സ്ഥലങ്ങളിലുള്ള ചിലത് മാത്രം. അത് വലിയൊരു പബ്ലിസിറ്റി കൊടുത്തില്ല. കാരണം ഒരു ധാരണ, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതിനു ശേഷം ആകട്ടെ എന്ന് കരുതി വലിയ പബ്ലിസിറ്റി കൊടുത്തു. എന്നാലും 19 സഹോദരന്മാർ അറിഞ്ഞു കേട്ട് വന്ന് ഈ മീറ്റിംഗ് സംബന്ധിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു പൊതുസമ്മേളനം വിളിച്ചു കൂട്ടുക. അല്ലാതെ ആരുടെയും വ്യക്തിപരമായ ഒരു താല്പര്യം ഇതിലില്ല. നമ്മുടെ സഭകൾ നന്നായിട്ട് പോകണം. പ്രശ്നങ്ങൾ വരുമ്പോൾ കൂട്ടായിട്ട് മുന്നോട്ട് ശ്രമിക്കണം. ഒരു സഭകളുടെയും ആഭ്യന്തരകാര്യം ഇടപെടാൻ ആർക്കും അവകാശമില്ല. തിരുവനന്തപുരം വിലക്കുന്നു. ഈ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു അഡ്വ കമ്മിറ്റി ഉണ്ടാക്കി. അവിടെ കൂടിയിരുന്നവർ മാത്രമൊക്കെ ഉൾപ്പെടാതെ അഡ്വ കമ്മിറ്റി ഇന്നുകൊണ്ട് അവസാനിക്കുക. താങ്ക് യു. ഈ അഡ്വ കമ്മിറ്റിക്ക് വാലിഡിറ്റി ഇല്ല. എന്നാൽ ഈ ജനറൽ കമ്മിറ്റിയിൽ ഇനി ഒരു 10 സഭകളുടെ പേര് കിട്ടാനുണ്ട്. ആ ജനറൽ കമ്മിറ്റിയുടെ പേരുകളിലൂടെ കിട്ടിയതിന് ശേഷം, കമ്മിറ്റി എന്ന് പറയുന്ന സമിതി കിട്ടിയതിന് ശേഷം ഇപ്പോൾ പേര് തന്നിരിക്കുന്ന ഉൾപ്പെടെയുള്ള സഹോദരന്മാർ ഒന്നിച്ച് എവിടെയെങ്കിലും ഒന്ന് കൂടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടുവാൻ ആര് മുൻകൈ എടുക്കും? ആരത് ക്രമീകരിക്കും? ഇപ്പോൾ ഇവിടെ വെച്ച് അതിനുകൊണ്ട് ഇപ്പോൾ ഈ ജനറൽ കമ്മിറ്റി കൂടി തീരുമാനിക്കാൻ സാധ്യമല്ല. കാരണം 10 സഭകളുടെ പേര് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ 10 സഭകളുടെ പേരുടെ കിട്ടിയതിന് ശേഷം ഏത് സ്ഥലത്ത് വെച്ച് എങ്ങനെ കൂടണം, ആരതിന് മുൻകൈ എടുക്കും എന്നുള്ള ധാരണ നമുക്ക് വേണം. അല്ലെങ്കിൽ ഇതുകൊണ്ട് അവസാനിക്കുക. മുന്നോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനും അത് പ്രോഗ്രസ് ചെയ്യുവാനും ആരെങ്കിലും വേണം. അത് പൊതുസഭയ്ക്ക് അഭിപ്രായം വിട്ടുതരുന്നു. ഞാൻ പറയാം, നമുക്ക് പൊതുവായിരിക്കുന്ന നിലയിൽ അത് തീരുമാനത്തിന് വേണ്ടി വിട്ടാൽ ഇപ്പോഴേക്ക് തീരെയില്ല. അതുകൊണ്ട് ഇവിടെ ഉയർന്നു വന്ന അഭിപ്രായം തന്നെ എൻ്റെയും അഭിപ്രായം. ഇപ്പോഴുള്ള ആ അഡ്വ കമ്മിറ്റി അടുത്ത പ്രാവശ്യം വരെ മാത്രമേ ഉള്ളൂ. ഇന്ന് അവസാനിച്ചതാണ് ലീഗലായിട്ട്. എന്നാൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ അനുവദിച്ചു കൊടുക്കുകയാണ്. ആ മീറ്റിങ്ങിന് വരെ അവർ ഈ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊള്ളു. ഈ ചുമതല വീണ്ടും ഏൽപ്പിച്ചത് വളരെ നന്ദിയുണ്ട്. നിങ്ങൾക്കറിയാം, വളരെ ബന്ധപ്പാടുണ്ട്. അതിൻ്റെ പിറകിൽ വളരെ പ്രാർത്ഥന ആവശ്യമാണ്. ദൈവമക്കളുടെ സഹകരണം ആവശ്യമാണ്. ഇത് ആരുടെയെങ്കിലും വ്യക്തിപരമായ ഉയർച്ചയല്ല. അഡ്വ കമ്മിറ്റി പറഞ്ഞതുപോലെ കൂടി 2-3 ആഴ്ച അല്ലെ പരമാവധി 1 മാസം, അതിനുള്ളിൽ എവിടെയെങ്കിലും മീറ്റിംഗ് വിളിച്ചു കൂട്ടും. അതുവരെ നമ്മൾ ഒന്നിച്ചു പോകുവാനായിട്ട് ഇതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ യോജിച്ച് സന്തോഷമായി ഐക്യത്തോടെ സ്നേഹത്തോടെ ദൈവമക്കളെന്നുള്ള ബോധ്യത്തോടെ വേർപെട്ട സഹോദരന്മാർ എന്നുള്ള ആ ഭയത്തിൽ, ആ ഭാരത്തിൽ മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എത്രയും വേഗം അഡ്രസ് കളക്ട് ചെയ്ത് അറിയിക്കും. മാസിൽ കൂടിയും മറ്റും ഉള്ള അറിവ് തരുന്ന